കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിൽ വിവിധ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ട വിവിധ സ്ഥലങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സ്വർഗത്തിൻ്റെ ദൂതാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ നാം ശ്രവിക്കുക. ഈ അടുത്ത കാലത്തെല്ലാം കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധ അമ്മ നൽകിയ പ്രത്യേകമായ ഇടപെടലുകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി ഇന്ന് 1997 നവംബർ മാസം 2-ാം തീയതി കഞ്ചിക്കോട് റാണി ജോൺ എന്ന സഹോദരിക്ക് പരിശുദ്ധ അമ്മയുടെ വളരെ വ്യത്യസ്തമായ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ, ഈശോയുടെ പ്രത്യേകമായ ഒരു അനുഭവം നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങൾ കുരിശിനെ ആശ്ലേഷിക്കുക. കുരിശിനെ ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഭാഗമായി, യേശുക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഭാഗമായി, യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന് നിന്ന് ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്ന മക്കളായി മാറുക. അതായത് നമ്മൾ നേരെ പോയി കുരിശിൽ കയറണമെന്നല്ല അതിൻ്റെ അർത്ഥം. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ വേദനകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച്, ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച്, പഴിയില്ലാതെ പരിഭവമില്ലാതെ ആശ്ലേഷിക്കുക, ഏറ്റെടുക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ഓരോ വേദനകൾക്കും സഹനങ്ങൾക്കും വലിയ വിലയുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പരിശ്രമിക്കുന്നത് എന്താണ്? വേദനകൾ അകറ്റുന്നതിന് വേണ്ടി, ദുഃഖമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി, നൊമ്പരമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഈ ലോകത്ത് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. ഈ ലോകത്തിന് അപ്പുറത്ത് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തീർച്ചയായും വേദനകളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്കായി കാത്തിരിക്കുന്നു. എന്നാൽ ആ സന്തോഷത്തിൻ്റെ ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഈ ലോകത്ത് ചില വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പച്ച യാഥാർത്ഥ്യം അതുതന്നെയാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരാണുള്ളത്? ശരീരത്തിലോ മനസ്സിനോ കുടുംബത്തിലോ ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലാത്ത ആരാണുള്ളത്? ചില സഹോദരങ്ങൾ ഒരു പക്ഷേ അല്പം സാമ്പത്തികമായൊക്കെ ഉയർന്നു കഴിയുമ്പോൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദുഃഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വലിയൊരു ദൈവാനുഗ്രഹമാണ്. ദുഃഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ച് നൽകിയ ഒരു സമ്മാനമാകാം.
പ്രശ്നങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ ഇല്ലാത്ത ഒരു ജീവിതം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർക്കുകയാണ്, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നു, അച്ഛാ വലിയ പ്രശ്നത്തിലാണ്, ഒരു പ്രത്യേക സാഹചര്യം കുടുംബത്തിലുണ്ടായിരിക്കുകയാണ്, ഇത്രയും നാളും ഇങ്ങനെ പോയി, ഇനി ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയില്ല, വലിയ പ്രയാസത്തിൽ വ്യക്തി വീണ്ടും സംസാരിച്ച് ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയുക. കർത്താവിൻ്റെ കരുണയാണല്ലോ നമുക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുക. ഏത് സമയത്താണ് ഇവ കടന്നു വരുന്നത് നമുക്കറിയില്ല. ഒരു മരുഭൂമി അനുഭവം ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം നമ്മൾ ആയിരിക്കുന്ന ആത്മീയ യുദ്ധത്തിലാണ്. നന്മ മാത്രം ചെയ്ത് ജീവിച്ച, അനേകരെ സഹായിച്ച ആളാണ് ബൈബിളിൽ വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്ന ജോബ്. ജോബ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നു, അനേകരെ സഹായിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവഭക്തിയിൽ ജീവിക്കുന്നു. ഇപ്രകാരം ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നയിച്ച ജോബിന് അവന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളായിരുന്നു. അവന്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ദൈവത്തെ അനുദിനം മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിച്ച ഒരു നല്ലൊരു വ്യക്തി. ഇപ്രകാരം അവൻ ദൈവാനുഭവത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സന്തോഷത്തിന്റെ ദൈവാനുഭവത്തിന്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് സാത്താൻ അസൂയ പൂണ്ട് ദൈവസന്നിധിയിൽ എത്തി പറയുക, ജോബിന് നിന്നോട് താല്പര്യമൊന്നുമില്ല, നീ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്, നീ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവൻ വിശ്വസ്തത നടിക്കുന്നത്, നീ അവനെ ഒന്ന് പരീക്ഷിക്കാൻ വിട്ടുതരൂ. അവൻ ആത്മാർത്ഥതയില്ലാത്ത, നിന്നിൽ വിശ്വാസമില്ലാത്ത, നിന്നെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ജോബിനെ അറിയാവുന്ന ദൈവം എത്രമാത്രം സഹനങ്ങളിലൂടെ ജോബ് കടന്നുപോയാലും ഉടയവനായ തമ്പുരാനെ ഉപേക്ഷിക്കുകയില്ല എന്നറിയാമായിരുന്ന ദൈവം, ജോബിൽ ആ വിശ്വാസമുണ്ടായിരുന്ന ദൈവം സാത്താന് അവനെ പരീക്ഷിക്കാൻ അനുവദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് ജോബിന്റെ ജീവിതത്തിൽ കണ്ടതൊക്കെ നമുക്കറിയാം. കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുന്നു, മാരകമായ രോഗം വരുന്നു, വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെടുന്നു, കയറിക്കിടക ഇടമില്ലാത്ത അവസ്ഥ വരുന്നു, വലിയ കഷ്ടപ്പാടിന്റെ ഒരു സാഹചര്യം. ഇത് ആര് തന്നു? ദൈവം തന്നതാണോ? പ്രിയമുള്ള സഹോദര, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ഒരു ആക്സിഡന്റ് ആയി, എന്തിന് ദൈവം ഇതെനിക്ക് തന്നു? ഒരു രോഗം വന്നു, ക്യാൻസർ രോഗം വന്നു, സ്ട്രോക്ക് വന്നു, ദൈവം എന്തിന് ഇത് തന്നു? ഒരു ജീവിതത്തിൽ അസ്വസ്ഥ, ദൈവം എന്തിന് ഇത് തന്നു? നമ്മൾ ദൈവത്തെ പഴിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നിരാശയിലേക്ക് കടന്നു പോവുക. ഇതാണ് സാത്താന് വേണ്ടത്. ഇവൻ ഇപ്രകാരമുള്ള ദൈവസന്നിധിയിൽ ഇപ്രകാരമുള്ള അനുവാദവുമായി കടന്നു വരുമ്പോൾ തീർച്ചയായും ദൈവം അവനെ അനുവദിക്കും. കാരണം നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ഇവിടെയാണ്. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോടുള്ള ഐക്യവും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശോധിക്കപ്പെടുന്ന ഈ പ്രലോഭനത്തിലെ, ഈ പരീക്ഷണത്തിലാണ്, ഈ സഹനത്തിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുക, മകളെ നീ കുരിശനെ ആശ്ലേഷിക്കുക, കുരിശനെ ആശ്ലേഷിക്കാൻ മറ്റുള്ളവരോട് പറയുക. എന്നിട്ട് അമ്മ പറഞ്ഞു, കുരിശനെ ആശ്ലേഷിക്കണം എന്നുള്ള എൻ്റെ ഈ അഭ്യർത്ഥന നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുക? കുരിശനെ ആശ്ലേഷിക്കണമെന്നുള്ള എൻ്റെ ഈ അഭ്യർത്ഥനകൾ പൂർണ്ണമായി അനുസരിക്കണം. കാരണം അമ്മയ്ക്കറിയാം, കുരിശില്ലാതെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പീഡാസഹന അനുഭവത്തിൽ ഓരോ മനുഷ്യനും കടന്നു പോകും. ഒരു മരുഭൂമി അനുഭവത്തിൽ ഓരോ മനുഷ്യനും കടന്നു പോകും. ഈ സാഹചര്യത്തെ, ഈ രോഗത്തെ, ഈ കഷ്ടപ്പാടിനെ, ഈ വെല്ലുവിളിയെ, ഈ വേദനയെ എപ്രകാരം അതിജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇല്ലെങ്കിൽ പതറിപ്പോവും. കാരണം സാത്താൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിച്ച് സാത്താൻ വിജയിക്കുകയാണ്. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുക. ഇതുതന്നെയാണ് ജോബിനോട് അവന്റെ ഭാര്യ പറഞ്ഞത്. ഇത്രമാത്രം സഹനം കടന്നു വരുമ്പോൾ
ഇത്രമാത്രം നൊമ്പരത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ കടന്നു പോയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വ്യക്തി ജോബിനോട് പറയുകയാണ്, ഇനി ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ ആ ദൈവത്തെ ശപിച്ചു മരിക്കും മനുഷ്യ. ഇതന്നെയല്ലേ ലോകം നമ്മളോടും പറയുന്ന സഹോദരങ്ങളെ. പല വെല്ലുവിളി കടന്ന് നീ ഇനി എന്തിനാ ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇതുപോലെ കടന്ന് നീ എന്തിനാ ഇനി ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചില്ലേ? 19 വർഷമായില്ലേ? എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇതാണ് സാത്താന്റെ ഉപദേശം ഇന്ന് മനുഷ്യരിലൂടെ കടന്നു വരുന്നത്. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കുന്നതോ, മനുഷ്യൻ മനസ്സിലാക്കാത്ത കാര്യം, മനുഷ്യൻ മറന്നുപോയ കാര്യം ഇപ്രകാരമാണ്: ഈ ലോകത്ത് ഇതല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. ഹ്രസ്വമായ ഈ ലോകത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ നമുക്കായി കാത്തിരിപ്പുണ്ടെന്നും ഈ ലോകത്തിലെ നമ്മുടെ സഹനത്തിന്റെ വഴികളിലൂടെ നമ്മൾ എങ്ങനെ കടന്നുപോയി എന്നതനുസരിച്ചാണ് സ്വർഗരാജ്യത്തിലെ നമ്മുടെ നിത്യജീവിതം ക്രമീകരിക്കപ്പെടുന്നതെന്നും തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പരിശുദ്ധൻ പറയും, മക്കളെ നിങ്ങൾ കുരിശിനെ ആശ്ലേഷിക്കുക. കുരിശിനെ ആശ്ലേഷിക്കുക എന്ന് പറയുന്നത്, കുരിശ് എന്താണ്? എൻ്റെ പുത്രനാണ് കുരിശിൽ കിടക്കുന്നത്. അവൻ എന്തിനാണ് കുരിശിൽ കയറി? അവൻ ദൈവമായിരുന്നു. അവൻ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവമായി സ്വർഗത്തിൽ വസിക്കുന്നവനായിരുന്നു. എന്തിനാണ് അവൻ കുരിശിലേറിയത്? എന്തിനാണ് അവൻ സഹനങ്ങൾ ഏറ്റെടുത്തത്? എന്തിനാണ് അവൻ ശൂന്യവൽക്കരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, മനുഷ്യനായി പിറന്നത്? എന്തിനാണ് അവൻ പാടുപീഡകൾ സഹിച്ചത്? എന്തിനാണ് അവൻ കുരിശ് തറയ്ക്കപ്പെട്ടത്? എന്തിനാണ് അവൻ കുത്തേറ്റത്? എന്തിനാണ് അവൻ അടിയേറ്റത്? പ്രിയമുള്ള സഹോദരങ്ങളെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വിശുദ്ധ ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട്: അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു തിരിച്ചറിയാൻ പ്രയാസമുള്ളൊരു കാര്യമാണിത്. ഇന്ന് ജീവിക്കുന്ന എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു പീഡകൾ സഹിച്ചു കുരിശിൽ മരിച്ചു. അവൻ അന്നേറ്റ മുറിവിൽ, ആ മുറിവ് കൊണ്ടാണ്, ആ ക്ഷതം മൂലമാണ് ഇന്ന് ഞാൻ സൗഖ്യപ്പെടുന്നത്. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകം രോഗികൾ സൗഖ്യപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവൻ നമുക്ക് വേണ്ടി കുരിശിൽ പരിഹാരം ചെയ്തത് കൊണ്ടാണ്, സഹനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ, അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തി തകർന്നു പോകുവാൻ ഞാൻ ചില സഹനങ്ങളിലൂടെ, ഞാൻ ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്രകാരം കടന്നു പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നിരാശയില്ലാതെ, ദൈവത്തെയോ മറ്റുള്ളവരെയോ പഴിചാരാതെ, കുറ്റപ്പെടുത്താതെ ഈ സാഹചര്യങ്ങളിലെല്ലാം സന്തോഷത്തോടു കൂടി, ദൈവാനുഭവത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ പറയും, മക്കളെ നിങ്ങൾ കുരിശിനെ ആശ്ലേഷിക്കണം. നിങ്ങളുടെ സഹനങ്ങളെ കുരിശോട് ചേർത്ത് വയ്ക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 24-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുദിന കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അനുദിന കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. കാരണം കർത്താവിന് അറിയാം, കുരിശില്ലാത്ത ഒരു മനുഷ്യനില്ല. അവന്റെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും വ്യത്യസ്ത രീതിയിൽ കുരിശുമെടുത്ത് മുന്നോട്ട് പോകുന്നവരാ. കർത്താവ് പറയുകയാണ്, കുരിശുമെടുത്ത് നീ അനുഗമിക്കേണ്ടത് എന്നെയാണ്. നിനക്കൊരു കുരിശുണ്ട് അനുഭവം ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളി ഉണ്ടാകുമ്പോൾ, നീ ആഗ്രഹിച്ചതിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നീ എന്നിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് പറയുക, നീ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഈ കുരിശു മരണത്തിനപ്പുറത്ത് ഒരു ഉത്ഥാനമുണ്ട്. നീ എന്നിൽ നിന്ന് അകന്നു പോയാൽ നിനക്കൊരു ഉത്ഥാന അനുഭവം ഉണ്ടാകുന്നില്ല. നീ എന്നെ അനുഗമിക്കുമ്പോൾ, എൻ്റെ കുരിശോട് നിന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ, ഈ കുരിശു മരണത്തിനപ്പുറത്തുള്ള ഒരു ഉത്ഥാന അനുഭവത്തിലേക്ക് എനിക്ക് മാത്രമേ നിന്നെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് കർത്താവ് പറയുക, അതുകൊണ്ട് നിന്റെ കുരിശുകൾ പാഴാക്കി കളയരുത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറുതും വലുതുമായ നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് അവനെ അനുഗമിക്കുക. ഇതാണ് പരിശുദ്ധം പറയും, മക്കളെ കുരിശിനെ ആശ്ലേഷിക്കുക എന്നുള്ള എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. എങ്കിൽ മാത്രമേ
ഈ കുരിശു അനുഭവത്തിന് ശേഷം, ഈ കുരിശുമരണത്തിന്റെ അനുഭവത്തിന് ശേഷം ഒരു ഉത്ഥാന അനുഭവം നിനക്കുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നീ നിരാശപ്പെട്ടു പോകും, നീ തകർന്നു പോകും. നീ പലപ്പോഴും നിരാശയിൽ, പല വ്യത്യസ്തമായ വിഷാദ രോഗത്തിലൊക്കെ പെട്ട് നിന്റെ ജീവിതം അസ്വസ്ഥമാകും. നീ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണം. നമ്മളൊക്കെ അല്പം പ്രായമായി കഴിയുമ്പോൾ ചില സഹോദരങ്ങൾ, പ്രായമായ ചില സഹോദരങ്ങൾ വിഷമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രായമായി, പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, പണ്ടത്തെ പോലെ അവിടെ ഇവിടെ പോകാൻ സാധിക്കുന്നില്ല, പണ്ട് ചെയ്തതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് എന്താ ഉപകാരം, അല്ല ഇനി എന്നെ കൊണ്ട് എന്താണ് ഉപയോഗം? ഈ ചിന്തകളൊക്കെ എവിടുന്ന് വരുന്നു? നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഓരോ ദിവസവും പ്രായത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 10 വയസ്സ് ചെയ്യുന്ന കാര്യം ഒരുപക്ഷേ 60 വയസ്സ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. 20 വയസ്സ് ചെയ്ത കാര്യം 80 വയസ്സ് ചെയ്യാൻ സാധിക്കുമോ? 30-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സ് ചെയ്ത കാര്യം എൻ്റെ 75-ലോ 80-ലോ 85-ലോ ചെയ്യാൻ സാധിക്കുമോ? അതാ പ്രകൃതിയുടെ, ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ചെയ്യാൻ സാധിച്ചപ്പോൾ ചെയ്തു. ഇനി ചെയ്തില്ലെങ്കിൽ ഈ പ്രായത്തിൽ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ പരിഹാരം ചെയ്യുക. അതിനുവേണ്ടി ഒരുപക്ഷെ ദൈവം ആയുസ് നീട്ടി തന്നിരിക്കുക. ചില ദിവസം എൻ്റെ കഴിഞ്ഞകാല ജീവിതം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, അന്ന് എനിക്ക് അറിവില്ലായിരുന്നു, ഈ ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പല പാപത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി. ഞാൻ പാപത്തിന്റെ വഴിയിലൂടെ കടന്നുപോയതിന് പലർക്കും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വേദനിക്കുക അത് ആവശ്യമാണ്. കഴിഞ്ഞ പാപങ്ങളോർത്ത് വേദനിക്കുകയും പശ്ചാത്തപിക്കുകയും ദൈവസേനയിൽ സമർപ്പിക്കുകയും ചെയ്ത്, അന്ന് ദൈവമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്താ പ്രായമായി, ഇനി എന്നെ കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് ചിന്തിക്കരുത്. ഈ സമയത്തും ഈ പ്രായത്തിലും നിനക്ക് എനിക്ക് ലോകത്തിന് ഉപകാരം ചെയ്യാൻ സാധിക്കും. ജപമാല എടുക്കുക. നീ കട്ടിലിൽ കിടക്കുന്ന കിടപ്പ് രോഗിയാണെങ്കിൽ നിന്റെ കൈവിരൽ അനക്കാൻ സാധിക്കുമെങ്കിൽ ജപമാല എടുക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഈ ലോകത്തെ രക്ഷിക്കുവാൻ, ഈ ലോകത്തെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ, യേശുക്രിസ്തുവിൽ എത്തിക്കുവാൻ, പിശാചിനെ തലതെറുക്കുവാൻ ജപമാല എന്ന ആയുധം എടുത്ത് ഉപയോഗിക്കുവാൻ പരിശുദ്ധ അമ്മ കൂടെ പറഞ്ഞു തരിക. ആർക്കാണ് സാധിക്കാത്തത്? നമ്മൾ എത്രമാത്രം സമയം പാഴാക്കി കളയുന്നു. പലതും ചിന്തിച്ച്, പലരെയും പഴിചാരി, ദൈവത്തെ പോലും പഴിചാരി, കുറ്റം പറഞ്ഞും വിധിച്ചും, ഈ ലോകത്തിന്റെ ഒരുപക്ഷെ വഴികളിലൂടെ സഞ്ചരിച്ചും എത്രമാത്രം സമയം പാഴാക്കി കളയുന്നു. ഇനിയെങ്കിലും ചിന്തിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ആയുസ് 70 വയസ്സ്, കൂടിയാൽ ശക്തന്മാർക്ക് അത് 80 കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം എന്താണ്? നിത്യതയിൽ ദൈവസന്നിധിയിലുള്ള നിത്യാനന്ദത്തിലേക്ക് വിളിക്കപ്പെടുകയാ. ഒരുങ്ങണം. കുരിശോട് ചേർന്ന് നിന്ന് വേണം സഹോദരങ്ങളെ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ. കുരിശിനെ ആശ്രയിച്ച്, കാരണം നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുക, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ നിന്റെ കുരിശുമെടുത്ത്, അനുദിന കുരിശുമെടുത്ത് എന്നാ കർത്താവ് പറയുന്നത്. അനുദിന കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള കാരണം എന്തുവാ? കുരിശെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ബന്ധങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ പൊട്ടിത്തെറികളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്കുണ്ടായിരിക്കുന്ന തിക്താനുഭവം ക്ഷമയോടുകൂടി ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കാത്തത് കൊണ്ടാ. ഞാൻ മറ്റവന് എനിക്ക് സഹനം നൽകിയ വ്യക്തികളെ പഴിചാരിയും ആ വ്യക്തികളോട് ദേഷ്യപ്പെട്ടും അരിശപ്പെട്ടും അവരെ കുറ്റപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധിപത്യം, നിയന്ത്രണം ഏറ്റെടുക്കുന്നത്? തിന്മയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. ഇന്ന് ഈ ലോകത്ത് പലപ്പോഴും നമ്മള് തിന്മ കൊണ്ട് കീഴടക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. കുടുംബത്തിൽ അപ്പൻ 1 പറഞ്ഞു, അമ്മ 2 പറയുന്നു, മക്കൾ അത് കേട്ടോണ്ട് വീണ്ടും തർക്കുത്തരം പറയുന്നു. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഒരു വ്യക്തി എന്നോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന സ്വരത്തിൽ അതിനെതിരായ വ്യക്തിയെ ഷൗട്ട് ചെയ്തെങ്കിലാണ് എനിക്ക് വിജയിക്കുള്ളൂ. പരാജയമാണ്. വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുക, മക്കളെ, തിന്മയെ
നന്മ കൊണ്ട് കീഴടക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട, അനുഗ്രഹമാക്കേണ്ട വചനമാണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. നിന്നെ ഉപദ്രവിക്കുവാൻ വന്ന ഒരു വ്യക്തിയെ നീ സ്നേഹം കൊണ്ട് കീഴടക്കുക. സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകും, അതിന് എളിമയുണ്ടാകും, ദൈവ അനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധൻ പറയുന്ന, മക്കളെ, നിങ്ങൾ കുരിശനെ ആശ്ലേഷിക്കുക. നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിനക്കെതിരെ ശകാര വർഷങ്ങളെ കടന്നു വരുമ്പോൾ പരിശുദ്ധൻ എന്താ പറഞ്ഞു തന്നത്? നീ ആശ്ലേഷിക്കണം, കുരിശനെ ആശ്ലേഷിക്കുക, സ്വീകരിക്കുക, ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുക. നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസ്ലിഹയുടെ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസിന്റെ 2:12, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ദൈവചിന്തയോടുകൂടി ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹത്തിന്റെ വഴിയാണ് അന്യായമായി പീഡിപ്പിക്കും. അതായത് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, അത് വെറുതെ പാഴാക്കി കളയാനല്ല വചനം പറയുക. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ദൈവചിന്തയോടുകൂടി ക്ഷമിച്ചാൽ, സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. പത്രോസ്ലിഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, യേശുക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യൻ പറഞ്ഞു തരികയാണ് 1 പത്രോസിന്റെ 2:19, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനയാണ്. ആ വേദന ദൈവചിന്തയോടുകൂടി നീ ക്ഷമിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമായി മാറും. ഏത് വ്യക്തിയിൽ നിന്നാണ് നിനക്ക് ഈ വേദന ഉണ്ടാകുന്നത്? നീ വേദനകൾ ദൈവചിന്തയോടുകൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞാണ്. അത് ഏറ്റെടുത്ത് ആ വ്യക്തിയെ പഴിക്കാതെ സ്നേഹത്തോടുകൂടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കാൻ പരിശ്രമിക്കരുത്. നീ ആ വ്യക്തിയോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം വ്യക്തമാക്കി സൗമ്യതയോടുകൂടി, ആത്മസംയമനത്തോടു കൂടി, സ്നേഹത്തോടുകൂടി പങ്കുവെക്കുമ്പോൾ നീ എന്താ ചെയ്യുക? നീ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയാണ്. അത് നിനക്ക് അനുഗ്രഹമായി മാറും. ഇതെല്ലാം കാണുന്ന ഒരു തമ്പുരാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ പരിശുദ്ധ അമ്മ പറയുക, മക്കളെ, നിങ്ങൾ കുരിശിനെ ആശ്ലേഷിക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന മറ്റൊരു കാര്യമുണ്ട്. പറയാണ്, സഹനം സ്നേഹത്തിന്റെ ഉരകല്ലാണ് എന്ന്. സഹനം സ്നേഹത്തിന്റെ ഉരകല്ലാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമ്മൾ ആരെങ്കിലും സ്വർണം പണയം വെക്കാനായിട്ട് കൊണ്ടുചെല്ലുമ്പോൾ അവിടെയുള്ള അവര് സ്റ്റാഫ് ഈ സ്വർണം എടുത്ത് ഉരച്ചു നോക്കും, അത് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാൻ. ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഒറിജിനൽ ആണെങ്കിൽ നല്ല വില കിട്ടും. ഇതാണ് പരിശുദ്ധ അമ്മ റാഞ്ചേജിക്ക് പറഞ്ഞു കൊടുത്തത്. സഹനം സ്നേഹത്തിന്റെ ഉരകല്ലാണ്. സഹനത്തിലൂടെയാണ് ഉരച്ചു നോക്കുന്നത് നിൻ ദൈവസ്നേഹം, സഹോദര സ്നേഹം നിന്റെ എത്രമാത്രം മൂല്യമുള്ളതാണ്, അത് ഒറിജിനൽ ആണോ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഹനത്തിലാണ് മനുഷ്യൻ പതറിപ്പോകുന്നത്. വരച്ചു നോക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് പോകും, ഒരു വിലയുമില്ല. സഹനം, സ്നേഹത്തോടെയുള്ള സഹനം, അത് സ്നേഹത്തിന്റെ ഉരകല്ലാണെന്ന് പരിശുദ്ധം പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കുകയാണ്. ജോബിനോട് പറഞ്ഞു, ഇത്രമാത്രം വേദനയിലൂടെയും ഈ നിന്ദനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും പീഡനത്തിലൂടെയും കടന്നുപോയപ്പോൾ പറഞ്ഞു, ഇതെല്ലാം നൽകി ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ. ജോബ് എന്ത് പറഞ്ഞു? എൻ്റെ മാംസം അഴുകിയില്ലാതായാലും അസ്ഥികളിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇതാണ് സഹനം സ്നേഹത്തിന്റെ ഉരകല്ലാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നത്. സഹോദരങ്ങളെ, ജോബ് തിരിച്ചറിഞ്ഞു, ഈ സഹനങ്ങളൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് തിന്മ എന്നെ കീഴടക്കാൻ പരിശ്രമിക്കുന്ന നിമിഷമാണ്. ദൈവം എന്നെ ഉരച്ചു നോക്കാൻ അനുവദിച്ചിരിക്കുന്ന നിമിഷമാണ്. അവിടെ അവൻ വെട്ടിത്തിളങ്ങുകയാണ്. നമുക്കറിയാം പിന്നീട് ജോബിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിവിധ രീതിയിലുള്ള വെല്ലുവിളികൾ, സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക.
യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്ന പോലെ നീ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. നിനക്കൊരു പെട്ടെന്നൊരു രോഗം ഡയഗ്നോസ് ചെയ്തു, നീ പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തെ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് പരീക്ഷിക്കപ്പെടുന്ന നിമിഷമാണെന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, യൂദാസിന്റെ ലേഖനത്തിൽ മോശപ്രവാചകന്റെ ശരീരത്തിന് വേണ്ടി വെല്ലുവിളി ഉയർത്തുന്ന പിശാചിനെ കാണുന്നു. മോശപ്രവാചകൻ ആരാണ്? ദൈവത്തിൽ നിന്ന് ഇത്രമാത്രം അനുഗ്രഹങ്ങളുമായി ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത മോശ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിന് കാനാനാട്ടിലേക്ക് നയിച്ച ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ. ഈ മകന്റെ ശരീരത്തിന് വേണ്ടി സാത്താൻ ദൈവസന്നിധിയിൽ വാദിക്കുന്നത് യൂദാസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, മോശയുടെ ശരീരത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി സാത്താൻ ദൈവസന്നിധിയിൽ വാദിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയമുള്ളവർ, എന്റെ ശരീരത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി, നിന്റെ ആത്മാവിന് വേണ്ടി സാത്താൻ ദൈവസന്നിധിയിൽ വാദിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഞാനും നീയും സഹനങ്ങളിലൂടെ കടന്നു പോകുക. അത് തിരിച്ചറിയണം. ദൈവത്തെ പഴിക്കുകയല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ദൈവത്തിന്റെ കുരിശിനെ ആശ്ലേഷിക്കുകയാണ്, ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് എല്ലാം ഏറ്റെടുക്കുമ്പോൾ അനുഗ്രഹമായി മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനമായി വിശുദ്ധ പത്രോസ്ലീഹായുടെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ഒന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ്ലീഹായുടെ 4-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 4:12, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി മാറ്റുരയ്ക്കപ്പെടുന്ന ഉരകല്ലായി നിങ്ങൾ മാറും. സഹനം ഉരകല്ലായി മാറുന്ന നിമിഷത്തിൽ നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകും. വചനം പഠിപ്പിക്കുക, ഉണ്ടാകും. അത് സഹനമായി വരാം, അത് മരണമായി വരാം, അത് രോഗമായി വരാം, അത് തകർച്ചയായി വരാം, പല രീതിയിലും വരാം. വചനം പഠിപ്പിക്കുക, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അവന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. നിന്റെ സഹനം നീ ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ, നിന്റെ സഹനം നീ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, നിന്റെ വേദനകൾ നീ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കുമ്പോൾ, നിന്റെ സഹനം നീ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നിന്റെയും നിന്റെ തലമുറകളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, നിന്റെ സഹനം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് സഭയുടെ വിശുദ്ധീകരണത്തിന് കാഴ്ചവെക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോൾ നീ അത്യധികം ആഹ്ലാദിക്കുമെന്ന് വചനം പഠിപ്പിക്കുക. ജോബിന്റെ ജീവിതത്തിൽ അത് തന്നെയല്ലേ നമ്മൾ കണ്ടത്? യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന സഹനത്തിലും അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി നമ്മൾ മാറുമ്പോഴാണ് ജോബിന് കിട്ടിയ അനുഗ്രഹം പോലെ നമ്മുടെ സഹനങ്ങൾക്കപ്പുറത്തൊരു ഉത്ഥാന അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഹനങ്ങൾക്ക് ക്രിസ്തീയ സഹനങ്ങൾക്ക് വിലയുണ്ടെന്നും അത് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് ലഭിക്കുന്നൊരു അവസരമാണെന്ന് ഓർത്തുകൊണ്ട് അവനോട് സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ സഹനങ്ങളെല്ലാം അനുഗ്രഹപ്രദമാക്കി മാറ്റാം. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഉരകല്ലിൽ മറ്റുരയ്ക്കപ്പെട്ട് ഒറിജിനലായ വിലയുള്ള ക്രൈസ്തവനായി എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ കാണപ്പെടും. അതിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഈ വാക്കുകൾ, മക്കളെ, നിങ്ങൾ കുരിശനെ ആശ്ലേഷിക്കണം എന്നുള്ള എൻ്റെ ഈ അഭ്യർത്ഥന
നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം എന്നുള്ള കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സഹനത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി വെട്ടിത്തിളങ്ങുന്ന സ്വർണങ്ങളായി മാറുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും എന്നും എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.